ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റുള്ളൊരു മെഴുക്ക് പുരട്ടിയാണ്. ചക്കക്കുരു ആയാലും കൂർക്കയായാലും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കിക്കോളൂ, നല്ല ടേസ്റ്റാണ്. ചിലരെങ്കിലും ഇതേ രീതി തയ്യാറാക്കുന്നവരുണ്ടായിരിക്കാം. സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും കണ്ടിട്ട് അഭിപ്രായം അറിയിച്ചാൽ നല്ലതായിരിക്കും. ഞാനിതിപ്പോൾ കൂർക്കയിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഇതിനി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമേ ഞാൻ കൂർക്ക ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ഞാനിവിടെ 3/4 കിലോ കൂർക്ക എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് 3/4 കിലോയെ ഇതിന് വേവിക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ചേർക്കുക, പിന്നെ കൂർക്കയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ട് ഇനി വേകാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. ഇത് കുറച്ചുകൂടി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുക്കറിൽ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിലടിപ്പിച്ചിട്ട് കുറച്ച് ആവി പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ കറക്റ്റായിരിക്കുമേ. ഇനി ഇത് മൂടി വേവിക്കുക. വെള്ളം പോരെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അരിഞ്ഞെടുക്കുന്നതിൻ്റെ കനമനുസരിച്ച് വേകാനുള്ള സമയത്തിൽ വ്യത്യാസം ഉണ്ടാകാം. ഇതാ ഇവിടെ നല്ലവണ്ണം കൂർക്ക വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനടിയിൽ കുറച്ച് വെള്ളമുണ്ട്, ഒരു 2-3 ടീസ്പൂൺ വെള്ളമുണ്ട്. അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, അത് വേണം. ഇതിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതാ കടായി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കുക. ചക്കക്കുരു ആയാലും കൂർക്കയായാലും വെളിച്ചെണ്ണയിൽ മെഴുക്ക് പുരട്ടി ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. തീ അല്പം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം വെളുത്തുള്ളി ചേർക്കുക. ഒരു 3-4 വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയൂടെ ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുക. ഇനി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി, ഒത്തിരി ബ്രൗൺ ആകണ്ട. ഒരു 10-15 സെക്കൻഡ് നേരത്തേനൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ ഇത്രയും മതി. ബാക്കി പിന്നീട് വഴന്ന് കിട്ടിക്കോളും. ഇനി ഇതിലോട്ട് 1 കപ്പ് ഫുള്ളായിട്ട് ചെറുള്ളി എടുത്തിട്ടുണ്ട്. സവാളയേക്കാൾ ടേസ്റ്റ് ചെറുള്ളി ചേർത്ത് ചെയ്യുന്നതാണ്. പിന്നെ തേങ്ങാക്കൊത്തൊക്കെ തീരെ ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടാന്ന് വെക്കാം, അല്ലെങ്കിൽ അളവ് കുറയ്ക്കാം. ഈ ഒരു മെഴുക്ക് പുരട്ടിയുടെ കൂടെ തേങ്ങാക്കൊത്തൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. ഉള്ളി ഒന്ന് പകുതി വഴന്നതിന് ശേഷം മുളക് ചതച്ചത്, ഒരു 3 മുളക് എടുത്തിട്ടുണ്ട്, ചതച്ചത് ചേർക്കുക. ആദ്യമേ ചതച്ച മുളക് ചേർക്കുകയാണെങ്കിലേ ഉള്ളി വഴന്ന് വരുമ്പോഴത്തേന് ഒരുപാട് അങ്ങ് മൂത്ത് പോകും മുളക്. ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല, മുളക് ചതച്ചത് എരിവിനനുസരിച്ച് ചേർക്കുക. ഉള്ളി നല്ലവണ്ണം ഒന്ന് വഴന്നെടുക്കണം. കാരണം കൂർക്കയൊക്കെ ചേർത്തതിന് ശേഷം അധിക നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉള്ളി ഇവിടെ നല്ലവണ്ണം വഴന്നിരിക്കണം. ഉള്ളി ഇപ്പം നല്ലവണ്ണം വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 3-4 നുള്ള് കായപ്പൊടി ചേർക്കുക. കൂടെ കുറച്ച് ഉള്ളിക്ക് മാത്രമായിട്ട് മഞ്ഞൾപ്പൊടിയോടെ ചേർത്തൊന്ന് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ചക്കക്കുരു ആയാലും കൂർക്കയായാലും വയറിന് ഗ്യാസ് സംബന്ധമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് വെളുത്തുള്ളിയും കായപ്പൊടിയും ചേർത്തത്. അതൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്ക ചേർത്തിട്ടുണ്ട്. ഇനി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ പാകമല്ലെങ്കിൽ ഒന്ന് പാകപ്പെടുത്തിയെടുക്കുക. കൂർക്ക വെന്ത സമയത്ത് ഞാൻ പറഞ്ഞില്ലായിരുന്നു അതിൻ്റെ അടിയിൽ ഒരു 2-3 സ്പൂൺ വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഇളക്കുന്ന സമയത്തേന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലവണ്ണം ഫ്ലേവർ നല്ലവണ്ണം ഒന്ന് ആവി കയറി വരണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ചുകൂടി ഒന്ന് വെള്ളമയം വേണം. അതിനെന്താ ചെയ്യുന്നതെന്ന് ഞാൻ പുറകെ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചേർത്തത് കുരുമുളക് പൊടിയാണ്. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നല്ലവണ്ണം ഇതൊന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെക്കുക. ഇതിൻ്റെ ഫ്ലേവറെല്ലാം ഒന്നായിട്ടൊന്ന് യോജിച്ച് വരണ്ടേ. അതിന് വെള്ളമയം ഇല്ലാത്തത് കാരണം ഞാനൊരു 1/2 തവി വെള്ളം വരുന്ന രീതിയിൽ വട്ടത്തിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇളക്കൊന്നും വേണ്ട, അങ്ങനെയും മൂടി വയ്ക്കുക. ഇനി തീയെ ഒത്തിരി കൂട്ടി വയ്ക്കരുത്, അല്പം ഒന്ന് കുറച്ച് വെച്ചുകൊണ്ട് ഒന്ന് മൂടി വയ്ക്കുക. ഒരു 5 മിനിറ്റ് നേരത്തോളം നല്ലവണ്ണം ഒന്ന് ആവി കയറി ഇറങ്ങട്ടെ, മൂടി വയ്ക്കുക. ഇടയ്ക്ക് വേണമെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഇതുപോലെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അതായത് ഇപ്പോൾ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂട് കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുക്കറിലൊക്കെ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെന്ത് ഒന്നും കുഴഞ്ഞു പോകരുത്. പാകത്തിന് വേവിച്ചെടുത്തെങ്കിൽ മാത്രമേ ഈ സമയത്തൊക്കെ കുഴയാതെ ഒന്നൊന്നേ തൊടാതെ നല്ല മെഴുക്ക് പുരട്ടിയായിട്ട് കിട്ടത്തുള്ളേ. ഇതിപ്പോൾ ദാ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നല്ല ഡ്രൈ ആയിട്ടുണ്ട്, മെഴുക്ക് പുരട്ടി പരുവത്തിലായിട്ടുണ്ട്.
പിന്നെ ഈ കൂർക്ക മെഴുക്ക് പുരട്ടി ചെയ്യുന്ന സമയത്ത് ഇരുമ്പ് ചീനച്ചട്ടിയിലൊന്ന് ചെയ്ത് നോക്കിക്കോളൂ, കുറച്ചുകൂടി നല്ല ടേസ്റ്റാണ്. ഇരുമ്പ് ചീനച്ചട്ടിയിലാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത്, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ മൂടി അങ്ങനെ അങ്ങ് വെച്ചേക്കരുത്. കൂർക്ക അങ്ങ് കറുപ്പ് കറുപ്പ് കളറായി പോവും. ഉണ്ടാക്കിയ ഉടനെ തന്നെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കേണ്ടതാണ്. അതുപോലെ തന്നെ നീളൻ പച്ചപ്പയറുണ്ടല്ലോ, അതൊക്കെ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. ഗ്യാസ് എല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്. മെഴുക്ക് പുരട്ടി ഇവിടെ റെഡിയാണ്. ഇതുപോലെ നാളെ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. കൂർക്ക കിട്ടിയില്ലെങ്കിലും ചക്കക്കുരു ഉണ്ടല്ലോ, അതുകൊണ്ടായാലും തയ്യാറാക്കി നോക്കിക്കോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് തരാനും ഒന്നും മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഉണ്ടല്ലോ, അതൊന്ന് ടിക്കാക്കി ഇടാനും മറക്കരുത്. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം എത്തിച്ചേരുക. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.